ദോഹയിൽ ഉള്ളവർ ഇതൊക്കെ ഒരുപക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഞാനിത് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഭംഗി തോന്നണമെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരു കൗതുകം നമ്മുടെ മനസ്സിൽ കുറച്ച് അവശേഷിപ്പിച്ചിരിക്കണം. ജീവിതത്തോട് തന്നെ ആണെങ്കിലും ഒരു സ്നേഹം തോന്നണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൗതുകം തോന്നണം. അങ്ങനെ ആ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടി ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിലൊക്കെ ഒരു ഭംഗി തോന്നും. അതല്ല എന്തിനും ഏതിനും മസിൽ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, ഞാൻ വലിയ സംഭവമാണെന്ന് ഓർത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിലൊന്നും ഒരു പുതുമയും തോന്നില്ല, ആസ്വദിക്കാനും പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൊച്ചു കുട്ടിയുടെ മൈൻഡോടുകൂടി നമുക്ക് എന്തും കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ലൈഫിനോട് തന്നെ ഒരു സ്നേഹം തോന്നും, ജീവിതത്തോട് തന്നെ ഒരു സ്നേഹം തോന്നും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ശരിയായ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. എപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മൈൻഡ് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തോട് വലിയ മടുപ്പ് തോന്നില്ല. അപ്പോൾ ആസ്പർ പാർക്കിലെ ഈ ഒരു ഫൗണ്ടൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിലെ ഈ ഒരു അറ്റത്തു നിന്ന് ആ ഒരു അറ്റത്തേക്ക് വെറുതെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അരയന്നങ്ങളൊക്കെ ഉണ്ട്, അടുത്ത് കാണാം നമുക്ക് ഈ ലേക്കും അങ്ങ് അകലെ ആ ടോർച്ച് ടവറും ഈ ഒരു ഫൗണ്ടനും ഈ ഒരു ചെറിയ പാലവും പിന്നെ ഈ പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന ആസ്പർ പാർക്കും ഒക്കെ വല്ലപ്പോഴും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ദോഹയിലാണെങ്കിൽ.